ലോകല്ലേ നമ്മുടെ മുമ്പില് ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിരുന്നതാ കഴുകി ഹണിറോസ്. ഞാനെന്നേ 90 കിഡ്സ് ഔസേപ്പേട്ടന്റെ കടയിൽ നിന്ന് ചായ കുടിച്ചാ. ഇപ്പോ 2024 ഇങ്ങ് അമേരിക്കയില് റോബോട്ട് ചായ അടിക്കുന്ന രംഗമാണ് നമ്മൾ കാണാൻ പോണത്. ഇന്നത്തെ എപ്പിസോഡുണ്ടല്ലോ റോബോട്ടിക് ചായക്കടയുടെ എപ്പിസോഡാ. അപ്പൊ നമ്മള് സിയാറ്റിൽ വന്നപ്പോഴേ വിശാലേട്ടൻ പറഞ്ഞു ഒരു കട നിന്നെ പരിചയപ്പെടുത്താൻ ഇവിടെ പോവാൻ പറ്റില്ല, റോബോട്ടാണ് ചായ അടിക്കണ. വിശാലേട്ടാ എന്തൊരു പറയാ? നമ്മള് സിയാറ്റിൽ നമ്മൾ സ്റ്റാർബക്സിന്റെ കഥ കേട്ടു. സ്റ്റാർബക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, അതായത് ലോകത്ത് കാപ്പിയെ ലോകമെമ്പാട് എത്തിച്ച ഒരു ബ്രാൻഡാണ് സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. അതിന്റെ തുടക്കം ഇവിടെ നിന്നാണ്. അതേപോലെ റോബോട്ടുകള് ഒരു ടെക്നോളജി സിറ്റിയായ സിയാറ്റില് റോബോട്ടുകള് ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ ബരിസ്റ്റ കാപ്പി ഉണ്ടാക്കുന്ന ആൾക്കാരും മറ്റുമൊക്കെ റോബോട്ടുകളായി മാറാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ മനുഷ്യരൊക്കെ ജോലി ഇല്ലാതാവുമെന്നല്ല, അവര് ഈ റോബോട്ടുകളെ ഉണ്ടാക്കുന്നതും AI ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ജോലികളിലോട്ട് അടുത്ത ജനറേഷൻ അങ്ങനെയാവും. 80s കിഡും 90s കിഡിനും കാണാൻ പറ്റിയ ജനറേഷൻ. അതെ അതെ. അപ്പോ ഇത് ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് ആദ്യത്തെ AI റോബോട്ട് ഷോപ്പാണ് ഇവിടെ ഉള്ള. ലോകത്ത് പലയിടത്തും ഇപ്പൊ അത് വന്നിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തെ ഫസ്റ്റ് AI ബോട്ട് ഷോപ്പ് ഹിയർ. അപ്പൊ നമുക്ക് കടക്കാം. വെൽക്കം ടു ദ ഫസ്റ്റ് AI ബോട്ട് കോഫി ഷോപ്പ്. അങ്ങോട്ട് നോക്കാൻ. 7 ദിവസത്തെ ഒരു ആഫ്രിക്കൻ യാത്ര പോയാലോ, അതും സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ എന്ന രാജ്യങ്ങളിലൂടെ. ഒരുപാട് പേര് പറഞ്ഞു ചെറിയ യാത്രകൾ സംഘടിപ്പിക്കാൻ സാധനപ്പാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ അടുത്ത യാത്ര ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് നടത്തുന്നത്. ഈ യാത്രയിൽ 2 നാച്ചുറൽ വണ്ടേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ടേബിൾ മൗണ്ടനും ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നായിട്ടുള്ള വിക്ടോറിയ വെള്ളച്ചാട്ടവും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ കോഫി ഷോപ്പ് ഈ കാണാണ്. ചെറിയൊരു കോഫി ഷോപ്പാണ്, പക്ഷെ ഇതിന്റെ അകത്തി കിടക്കുമ്പോഴില്ലേ ചിന്തിക്കാൻ പറ്റാത്ത 2-3 ആൾക്കാരോട് നമ്മളെ പരിചയപ്പെടാൻ കണ്ട. ഹലോ, ഇത് ഇവിടെ 3 റോബോട്ടുകളാണ്. ഈ റോബോട്ടുകൾക്കൊക്കെ പേരുണ്ട്. ഇവൻ ബോണിയോ ബോണിയോനെ വിളിച്ചപ്പോ ബോണിയോ ഇറങ്ങിട്ടോ. ഹായ് ബോണിയോ, ഹൗ ആർ യു? മിസ്റ്റർ ജാർവിസ്. അവന് പേര് എഴുതി വെച്ചിട്ടോ. ഹായ് ജാർവിസ്. മുണ്ടല്ലേട്ടോ, ജാർവിസിന് എന്തൊരു പണ്ടക്കുണ്ട് നമ്മളോട്. ഓക്കെ, അമാൻഡ. അങ്ങനെ ഈ 3 പേരാണ് നമുക്ക് കാപ്പി ഉണ്ടാക്കി തരാൻ പോകുന്നത്. ഈ ചേച്ചിയുടെ പേര് എന്തിട്ടാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തൊരു ചെയ്യാൻ പോണ? നമുക്ക് നമ്മൾ ഇവിടെ പല ഇപ്പൊ സ്റ്റാർബക്സിൽ കിട്ടുന്ന പോലത്തെ പല ടൈപ്പ് കോഫീസ് ഇവിടെ കിട്ടും. നമുക്ക് ഓരോ റോബോട്ടിനെ കൊണ്ട് ഓരോന്നുണ്ട് ഉണ്ടാക്കിച്ചാലോ, റേറ്റ് പിടിക്കാം. അപ്പൊ നമ്മളിത് കൗണ്ടറിൽ നമുക്ക് ഇഷ്ടമുള്ള കോഫി നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കോൾഡ് കോഫി, ഹോട്ട് കോഫി, എല്ലാ സാധനം ഉണ്ട് കേട്ടോ. ഹോട്ട് ടീസ് ഉണ്ട്, മറ്റ് ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ട്. ടാരോ ലാറ്റെ, ഹോട്ട് ചോക്ലേറ്റ്, ടാരോ ഡ്രീം, റോസി ബ്ലിസ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഈ റോബോട്ട് കോഫിക്ക് അത്രയ്ക്ക് വില ഉണ്ടോ? ഇല്ല, ആ പടം $4 നമ്മൾ സ്റ്റാർബക്സിൽ പോയാലും അത് തന്നെയാണ് വില. ആ റേറ്റിന് വരണം. റോബോട്ട് ഉണ്ടെന്നും പറഞ്ഞ് വില കൂടുതൽ, കാരണം കാശ് കുറയ്ക്കാൻ വേണ്ടിട്ടാണ്. വില കുറയ്ക്കാൻ റോബോട്ടിന് വേണമെന്നിരിക്കണം. വില കുറയ്ക്കാൻ വേണ്ടിയാണ് ശമ്പളം കൊടുക്കണ്ടത്. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഒരെണ്ണം ആദ്യത്തെ ഓർഡർ ചെയ്യണു. ആദ്യം നമുക്ക് റോസി ബ്ലിസ്. ആദ്യം റോസിനെ പിടിക്കാം. റോസി പഠിച്ച ഹൗസേപ്പേട്ട അടിക്കണ അടിച്ചായ, ഹൗസേപ്പേട്ട ജീവിച്ചിരിക്കില്ല, ഹൗസേപ്പേട്ട അടിക്കണ അടിച്ചായ റോസി സിയാറ്റിലേട്ടാ. നമുക്ക് ട്രാവലിസ്റ്റ് പേര് കൊടുത്താലോ? ഹായ് ട്രാവലിസ്റ്റ് എന്ന് പറയണട്ടാ, നീ കാര്യമില്ല. ഈ പേര് വല്ലതും പറയൂ. നമ്മള് നാളെ $4.96 പൈസ അടയ്ക്കണോ. അപ്പൊ താങ്ക് യു ട്രാവലിസ്റ്റാ. ഇവിടെ പണി തുടങ്ങിട്ടാ, നമ്മളെ പണി തുടങ്ങി. ഇത് ആദ്യത്തെ ഗ്ലാസ് ഇവിടെ ഒരുക്കപ്പാടുണ്ട് കേട്ടോ. പോയി ചെക്കൻ പോയി. ഫോണിയോ ഗ്ലാസ് എടുക്കുക ആദ്യം. അല്ല, ആദ്യം ഗ്ലാസ് എടുക്കില്ല ചെയ്യാ. ഇവിടെ വെള്ളമൊക്കെ വീണ്ട്. അതേപോലെ ഗ്ലാസ് എടുക്കട്ടോ. അതേപോലെ ഗ്ലാസ് എടുക്കണോ? വലുത് ചെറുത് അതാ നോക്കിക്കൊണ്ടിരിക്കട്ടാ. ആരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയണ്ടട്ടാ. നമ്മളത് ഗ്ലാസ് എടുക്കണോട്ടാ. ഗ്ലാസ് എടുക്കണു, നേരെ കൊണ്ടുപോടാ. ഇവിടെ വെക്കണു ആദ്യം. ഓക്കെ, ഇവിടെ വെച്ചു. എന്നിട്ട് ചെയ്യാമോ? ആലോചിക്കട്ടെ എന്തൊരു ചെയ്യണ്ടേന്ന്. നമ്മുടെ റോസീനെ മേടിക്കണം. പാലൊഴിക്കണ്ട. ഇവിടെ ആലോചിക്കണത്. വെയിറ്റ് ചെയ്യണം. അപ്പൊ പാലും വെള്ളം ഒഴിച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടാ. റോസി എന്ന് പറഞ്ഞപ്പോ അവരുടെ സ്കെച്ച് മാറുന്ന വിചാരിച്ച, പക്ഷെ ഇല്ലാട്ടാ. അതെ സാധനം ഇതാക്കി പോന്നു, വന്നു, ഒഴിച്ചു നേട്ടാ. ഔസേപ്പേട്ടന്റെ കൈയിന്റെ അവിടെ കിടക്കണ കൈ കണ്ട. ഔസേപ്പേട്ട ഇടയ്ക്ക് നമ്മൾ ആലോചിക്കണ്ട. ഔസേപ്പേട്ട നാട്ടുകാർ മറന്നാലും ഞാൻ മറക്കില്ല. കഴിവുണ്ട്. അതെ, കഴുകണു.
കഴുകി എല്ലാം കറങ്ങി തിരിഞ്ഞ് കഴുകി. കഴുകിയാണ്. കഴുകിട്ട് ഇതാ തിരിച്ചു വെക്കട്ടോ. ഇപ്പോൾ വന്നു അവിടെ തിരിച്ചു വെച്ചു. ഓക്കെ. ഓക്കെ. അപ്പം അത് കഴിഞ്ഞു. ഇനി എന്നിട്ട് പണി പാല്. ഇനി പാലെടുക്കണോടാ. അതെ, അതിൽ ലോക്ക് ചെയ്യണോടാ. അതിൽ ലോക്ക് ചെയ്തിട്ട് പാലെടുത്തു. അവിടെ പോയിട്ട് എന്നിട്ട് ഹോട്ട് അടിക്കണ്ടല്ലോ അല്ലേ? അത് സ്റ്റീം. അവിടെ സ്റ്റീം അടിക്കണം. നമ്മൾ സ്റ്റാർബക്സിൽ കാണുന്ന പോലെ സ്റ്റീം മിൽക്ക്. അതെ, സ്റ്റീം ചെയ്യുന്നത്. അപ്പൊ അവൻ സ്റ്റീം അടിക്കണു. ഇവിടെ ട്രാവൽസുകൾ ഒരുക്കൊണ്ടിരിക്കണം. ട്രാവൽസിന്റെ ബ്രാൻഡൊക്കെ തെളിഞ്ഞു കഴിഞ്ഞൂടാ. ട്രാവൽസ് മുക്കാ ഭാഗം എന്നോ പറയുന്നുണ്ടാ. മുക്കാ ഭാഗം പ്രോസസ്സിങ് ആയിട്ട് പ്രോസസ്സിങ് ആവണത് വരെ നമുക്ക് ഇവിടെ തെളിഞ്ഞാണ് കേട്ടോ. വന്നു പാല് വന്നു. സ്റ്റീംഡ് മിൽക്ക് വന്നു കേട്ടോ. നേരെ നമ്മളത് സൈഡ് ചെരിച്ച് ചോദിക്കണോട്ടോ. ഓ ഹൈ 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 ജാതി സംഭവം നടക്കണല്ലോ. ഡിസൈൻ ഉണ്ടാക്കണോ? ലവ് അടിക്കണോട്ടാ. പൊന്നോ കള്ളിട്ടാ അടിച്ച് സാധനമായി. ഇനി പിന്നെ അവിടെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചു. പോനിയോ നമുക്ക് ഇതേ സർവ് ചെയ്യട്ടോ. അപ്പൊ അതൊക്കെ ക്യാമറ ഒക്കെ ഉണ്ട് സൈഡില്. വന്നു ട്രാവൽസ് സമയത്ത് വെച്ചുട്ടാ. ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ചിരുന്നുട്ടാ. കുഴപ്പമില്ല. എന്നാലും സാധനം കളിക്കി. സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. നമ്മുടെ വീട്ടിൽ അമ്മമാര് ചെയ്യുന്ന പണി ഇതേ പതുക്കെ കൊണ്ടുവന്ന് വെച്ച് നമ്മള് ചായ ഇടുമ്പോഴും ഇതേപോലെ ഒഴിച്ചു കഴിഞ്ഞാൽ കഴുകി വെക്കണം. അതെ അതെ ദിവസം കഴിഞ്ഞ് കഴുകുന്ന ആൾക്കാരുണ്ട് നമുക്ക്. അതെ. എന്താല്ലേ നമ്മുടെ ലോകത്ത് നടക്കുന്ന ഓരോ മാറ്റങ്ങൾ നിങ്ങൾ കാണണ്ട. നമ്മളൊക്കെ ഏത് ലോകത്ത് ജീവിക്കണല്ലേ? അല്ല, ഇതിനിപ്പോ എല്ലായിടത്തും വരും. ഇവിടെ പല ഷോപ്പുകൾ ഇങ്ങനെ ഇത് ആദ്യമായിട്ട് തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് എന്നേ ഉള്ളൂ. ലോകത്ത് പലയിടത്തും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇനി ഫുഡും വരില്ല അതേപോലെയൊക്കെ. ഫുഡ് നമ്മുടെ ട്രയലൊക്കെ വന്നു പോകണം. ആക്ച്വലി വോക്കിൽ ഇങ്ങനെ തനി ഉണ്ടാക്കുന്ന റോബോട്ടുകളുണ്ട്. അതെ, ചൈനയില് ജപ്പാനിലൊക്കെ ഓൾറെഡി. നല്ല കുക്കിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ശരിക്കും മറ്റേ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയുടെ കഥ പറഞ്ഞ പോലെ കേട്ടാ. നമ്മൾ പുറത്തേക്ക് വരുമ്പോഴാണ് ഓരോ ലോകം കാണുന്നത്. നമ്മള് നാടൊക്കെ ഒരു 10 കൊല്ലം ബാക്കിലാവും. അതിന് വരും വരാതിരിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് റോസിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. റോസിന് ഡിസൈൻ കാണുമ്പോഴേ ഇതിൽ ഷുഗർ ഇടടാ. ഇത്തിരി ഷുഗർ ഇത്തിരി ഇടണമെന്ന് പറയാം. കുറച്ചു നേരം അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഡാൻസ് കളിച്ച് കാണിച്ചു തരും. ഇനി ഒരു കോൾഡ് പിടിക്കട്ടാ. ഇനി ഹോട്ട് പിടിക്കാം. നമുക്ക് കോൾഡ് പിടിക്കാം. ഹണി റോസ് പിടിക്കും. ഹണി റോസ് അവിടെ നമ്മളത് സാൻഡോ. നമ്മള് ചൂട് ചായയല്ലേ ഉണ്ടാക്കിയത്. ഇനി തണുത്ത വെള്ളം ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നോക്കാം. ഇത്തിരി തണുപ്പിക്കാം. റിഫ്രഷ് ചെയ്തിട്ട് വരാം നമുക്കല്ലേ. അപ്പൊ നമ്മള് ഹണി റോസ് റിഫ്രഷർ എവിടെ ഐസിരണ? അവിടെ ഐസിരണ കേട്ടോ. അവിടെയാണ് ഐസ്. അപ്പൊ നമ്മള് ഹണി റോസ് ഇട്ടുണ്ടാക്കുന്ന ചെക്കൻ ഓണായിട്ടാ. ജാർവിസ് എന്നല്ലേ? ജാർവിസിന് ഒരു ഉഷാറ് കൂടിയ പോലെ ഹണി റോസ് എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡിങ് ആയി. അപ്പൊ അതായത് നമ്മുടെ ഹണി റോസിന്റെ സ്പോട്ട് തെറ്റിട്ടാ ഇവിടെ അടിക്കണത്. നമ്മളത് ചായപാത്രം കഴിക്കണ പോലെ നമ്മുടെ റിഫ്രഷ്നർ സെറ്റ് ചെയ്യണോട്ടാ. ചായ ആയാലും പാലായാലും ഒരേപോലെ കേട്ടോ. ഐസൊക്കെ ഇട്ടത് സെറ്റ് ആയിട്ട് വരണോട്ടാ. നമ്മൾ ആ കൗണ്ടറിൽ വെയിറ്റ് ചെയ്തുട്ടാ. സാധനം ഈ കൗണ്ടറിൽ വരണേ. അപ്പൊ ഹണി റോസിനെ തന്നിട്ട് ചെക്കൻ പോയിട്ടാ. Your honey rose strawberry yuzu refresher is ready. It tastes better if you stir before drinking. Enjoy and have a good day. Thank you. നമ്മുടെ ട്രാവലിസ്റ്റ് സാൻഡ് എന്നൊക്കെ പറഞ്ഞ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടോ? താങ്ക് യു. ഏതാ ലോകല്ലേ നമ്മുടെ മുമ്പില്. അപ്പോൾ ചെറിയൊരു സംഭവം വീഡിയോയിലോ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഒരു വെറൈറ്റി വീഡിയോ, ചെറിയ വീഡിയോ ആണ്. പക്ഷേ സംഭവം നമ്മുടെ നൊസ്റ്റാൾജിയെന്ന് നമ്മൾ വയസ്സന്മാരായെന്ന് അറിയിക്കണ ഒരു പരിപാടിയാണല്ലേ. എന്തായാലും അടുത്തൊരു ജനറേഷൻ വരുമ്പോഴത്തേക്ക് മനുഷ്യന്മാര് കാപ്പി അടിക്കും. അന്ന് ഒരു 1990-കളില് അല്ലെങ്കിൽ 2022-2022 അടിക്കാറെന്ന് പറയും. അല്ല, നമ്മളൊരു 20 വർഷം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു കടയുണ്ട്, അവിടെ ഒരു മനുഷ്യനെ അടിക്കുന്ന ചായ കണ്ടിട്ടുണ്ടോന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ട്രാവലിസ്റ്റ. അപ്പോൾ നമ്മുടെ ഓവർലാൻഡിങ് യാത്ര, അമേരിക്കയിലെ ഓവർലാൻഡിങ്ങിൻ്റെ 2ാമത്തെ ലാപ്പ് നമ്മൾ തുടങ്ങുന്നു. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ യാത്ര തുടങ്ങും. സിയാറ്റിൽ നിന്ന് ന്യൂയോർക്ക് വരെയാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളുടെ ബ്രാൻഡിനെയോ നിങ്ങളുടെ സംരംഭത്തെയോ നമ്മുടെ ചാനലിലൂടെ ലോകമെമ്പാടൊന്ന് അറിയിച്ചാലോ? അതെ, നിങ്ങൾക്ക് അതിലൊരു അവസരം കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ കൊളാബ് ചെയ്ത് യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം.
പുറമെ നിന്നുള്ള ടൂറിസ്റ്റേഴ്സ് ഒന്നും അധികം വരാറില്ലെന്നാണ് അവർ പറയണ കേട്ടോ. ഇത് അവരെ ഉരുക്കി കൊണ്ടിട്ടുള്ള അലുമിനിയം ഇവിടെ ഉണ്ട്. അവരിതാ മറച്ചിട്ട് അവിടേക്ക് ആട്ട് വരച്ചുകൊണ്ടിരിക്കണോ. ട്രഡീഷണൽ ആയിട്ടുള്ള മീൻപിടുത്തം നമ്മൾ കാണാം കേട്ടോ. തലയിൽ മീൻ ഒരു 1960-കളിലെ കേരളം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഉരുക്കിക്കൊണ്ടിരിക്കണ്ട ആ പ്ലേറ്റ് ഒക്കെ ഉരുക്കണ. ഷൂ പോലും ഇല്ലാണ്ടല്ലേ, സേഫ്റ്റി ഒന്നും ഇല്ല കേട്ടോ. വെൽക്കം ടു മഡഗാസ്കർ.